പക്ഷേ നാട്ടുകാരുടെ കണ്ണിൽ അപ്പച്ചി ചതി പ്രവർത്തിച്ചവളാണ്. അതൊട്ട് തിരുത്താനും കഴിയില്ല. അവരെയൊക്കെ വിശ്വസിപ്പിക്കാൻ തക്ക തെളിവും നമ്മുടെ പക്കലില്ല. ജീവനും അജിത്തിനുമെല്ലാം അവരുടെ ചെറിയച്ഛൻ്റെ ഓർമ്മകൾ മുതിർന്നവരിൽ നിന്ന് പകർന്നു കിട്ടിയതാണെങ്കിലും അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. സത്യങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ സ്വന്തം അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട ചേട്ടൻ്റെ മരണം മറ്റൊരു ചേട്ടൻ്റെ കൈകൊണ്ടാണോ എന്ന് തെളിയിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം അവനുണ്ട്. മറ്റൊന്ന്, ദേവനാഥ് മുന്നിൽ വന്നു നിന്നാൽ ജയനാഥൻ്റെ കുടുംബം തകർന്നു പോകും ശക്തി. അതെന്താ അങ്ങനെയൊരു തകർച്ച? ദേവനാഥിൻ്റെ പിതൃത്വം അന്നും ഇന്നും ജയനാഥൻ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അവനെ ഒരിക്കൽ നേരിട്ട് കണ്ടാൽ അയാൾ ഒരിക്കലും നിഷേധിക്കില്ല. കാരണം ജയനാഥൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് ദേവനാഥ്. അയാൾക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത പിതൃത്വം അയാളുടെ രൂപത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നെ ഇതൊന്നും മറ്റാർക്കും അറിയില്ല. ജയനാഥൻ പോലും ദേവനാഥനെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ദേവകിയാണെങ്കിലും ജീവനത്ത് പോയി എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. ചെന്നിട്ടും കാര്യമില്ലല്ലോ, ചരിത്രം ആവർത്തിക്കപ്പെടും, അത്ര തന്നെ. മറ്റൊന്ന്, ദേവനാഥ് ഒരിക്കലും ഒരു സെന്റിമെന്റൽ രീതിയിൽ ജീവനത്തുള്ളവരെ സമീപിക്കില്ല. അവരെ അംഗീകരിച്ചിട്ട് വേണ്ട അവന് നിലനിൽക്കാൻ. മാത്രവുമല്ല, അവൻ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ ജീവൻ ഇങ്ങനെ കിടക്കില്ലായിരുന്നു. ഭദ്രേട്ടാ, നിങ്ങളൊന്ന് തെളിച്ചു പറയുമോ? ഇത് വെറുതെ വാലും തലയും മാത്രം പറയും. ഞാനത് കേട്ട് മൂങ്ങയെ പോലെ ഇരിക്കണം. ശക്തിക്ക് ഈർഷ്യ തോന്നി. വീരൻ എപ്പോൾ കഥ പറഞ്ഞു തുടങ്ങിയാലും മുക്കാലും വിഴുങ്ങുമല്ലോ. ദേഷ്യപ്പെടാതെ പെണ്ണെ, പറയാം. അന്നത്തെ ഉത്സവത്തിന് പ്രത്യേക ലക്ഷ്യങ്ങളോടെ ദേവനാഥും ഉണ്ടായിരുന്നു. അവിടെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും അവനും പങ്കുണ്ട്. അനുവും അരുണും ജീവന്റെ കൂടെ നിൽക്കുന്നതെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ദേവനാഥിനോട് കൂറു പുലർത്തുന്നവരാണ്. എന്റെ സംശയം ഇവരുടെ എല്ലാം പ്രധാന ലക്ഷ്യം ക്ഷേത്രത്തിലെ ആഭരണങ്ങളായിരിക്കുമെന്നാണ്. പലരും ചേർന്ന് നടത്തിയ പ്ലാനിൽ ചില വീഴ്ചകൾ വന്നു. ആ തക്കത്തിന് അത് ജിനുവിന്റെ പക്കലെത്തിയതാവുമെന്നും കരുതുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഉത്സവത്തിന് വന്നുവെങ്കിൽ ദേവനാഥനെ കണ്ടാൽ ആർക്കായാലും മനസ്സിലാവില്ലേ? ഭദ്രേട്ടനല്ലേ പറഞ്ഞത് അയാൾ കാണാൻ ജയനാഥനെ പോലെയാണെന്ന്? അവനെ എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവാത്ത നിലയിലൊരു മാറ്റം അവന്റെ രൂപത്തിലുണ്ടാകും. ഹെയർ സ്റ്റൈലിലാവും, അതേപോലെ ഡ്രസ്സിങ്, പിന്നെ ഹുഡിയോ മാസ്കോ ഉപയോഗിക്കാമല്ലോ. അന്ന് അവനെ നേരിട്ട് ഞാനും കണ്ടിട്ടുണ്ടാവും ശക്തി, പക്ഷേ തിരിച്ചറിഞ്ഞിട്ടില്ല. ദേവനാഥെന്ന് ഞങ്ങൾ സംശയിക്കുന്ന ഒരാളുണ്ട്. അയാൾക്ക് പിന്നാലെയാണ് അജിത്ത് ഇപ്പോൾ. അതാരാണ്? സസ്പെൻസ്. വീരൻ കണ്ണിറുക്കി. ഓ പറയണ്ട. ശക്തി മുഖം വീർപ്പിച്ചു. നീ ഇങ്ങനെ പിണങ്ങരുത്, ഞാൻ പറഞ്ഞു പോകും. പിന്നെ വാലും തലയുമില്ലാതെ പറഞ്ഞെന്ന് പറയരുത്. അവളുടെ പുറത്തെ തടിച്ച പാടിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു. ശക്തിക്ക് ആളെ മനസ്സിലായിരുന്നു. പക്ഷെ അങ്ങോട്ട് ചോദിക്കാൻ അവൾക്കും കഴിയില്ലല്ലോ. പറയണ്ട, സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ വെറുതെ മുഖം വീർപ്പിച്ചതല്ലേ. ആണോ? അപ്പോഴിനി പറഞ്ഞു തുടങ്ങിയത് പൂർത്തിയാക്കാം അല്ലേ? അവളെക്കുറിച്ച് പറയാൻ എന്താ ഉത്സാഹം? ശക്തി മുഖം വീർപ്പിച്ചു. നിനക്കൊട്ടും കുശുമ്പില്ലല്ലോ പെണ്ണേ. ഞാനിപ്പോ അവളുടെ സൗന്ദര്യം വർണ്ണിക്കാനൊന്നും നിൽക്കുന്നില്ല, നീ പേടിക്കേണ്ട. പിന്നെ എനിക്കൊരു പേടിയുമില്ല, ഭദ്രേട്ടൻ പറഞ്ഞു. വീരൻ ചിരിയോടെ തല കുലുക്കിക്കൊണ്ട് തുടർന്നു. അപ്പച്ചിക്ക് അലക്സിന്റെ വീട്ടിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. അലൻ ജനിച്ചപ്പോൾ ചെറുമകൻ എന്ന സ്വാതന്ത്ര്യത്തിൽ അവനെ അപ്പച്ചിയിൽ നിന്ന് അകറ്റുകയാണ് ചെയ്തത്. പിന്നീട് ലക്ഷ്മി ജനിച്ചപ്പോൾ അവളുടെ കാര്യങ്ങൾ മറ്റാർക്കും സ്വാതന്ത്ര്യം കൊടുക്കാതെ ഹിന്ദുവായി പേരിട്ട് വളർത്തി. ആ സമയത്ത് തന്നെ അലക്സിന് സൂസൻ എന്ന സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. എല്ലാവരും അവരുടെ ബന്ധത്തിനെ പിന്തുണച്ചപ്പോൾ അപ്പച്ചി അവിടെ നിന്ന് പോന്നു. എങ്കിലും അലന്റെ ഒപ്പം ലക്ഷ്മിയും കുരിശിങ്കലിൽ പോകാറുണ്ട്. അവൾക്കൊരു പ്രണയമുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ അലക്സിന്റെ സഹോദരൻ കുര്യന്റെ കൂട്ടുകാരന്റെ മകൻ ക്രിസ്റ്റഫർ എന്ന ക്രിസ്റ്റി. ശക്തി അർത്ഥഗർഭമായി പുഞ്ചിരിച്ചു. കാര്യങ്ങൾ അവൾ ഉദ്ദേശിച്ചതുപോലെയാണ് വീരൻ പറഞ്ഞു വരുന്നത്. മുംബൈ മലയാളിയാണ്, പിന്നെ കൊറിയോഗ്രാഫറാണ്. ബോളിവുഡിൽ അത്യാവശ്യം ഫേമസ് ആണ് കക്ഷി. അയാളുടെ കമ്പനിയിലാണ് ഒരു കോൺട്രാക്ട് ബേസിൽ ലക്ഷ്മി ആദ്യം വർക്ക് ചെയ്തത്. അവൾ ഡാൻസർ ആണെന്നറിയാലോ. അങ്ങനെ രണ്ടാളും തമ്മിൽ പ്രണയത്തിലായപ്പോഴാണ് അലക്സിന്റെ ചേട്ടൻ കുര്യൻ മകൾക്കായി ക്രിസ്റ്റിയെ ആലോചിച്ചത്. അപ്പോൾ അവർക്കാർക്കും അറിയില്ലേ ലക്ഷ്മിയും ക്രിസ്റ്റിയും തമ്മിലുള്ള ബന്ധം? എല്ലാവർക്കും എല്ലാം അറിയാം ശക്തി. കുര്യൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ ശക്തമായ കാരണമുണ്ടാകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും സ്റ്റെഫിയെ കല്യാണം കഴിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ നോക്കിയാവും ക്രിസ്റ്റി ലക്ഷ്മിയെ തേച്ചുവെന്ന് പറയാം.
അല്ലെങ്കിൽ രണ്ടാളും പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കാര്യങ്ങൾ എത്തിച്ചു. എന്തായാലും അവൾക്ക് അങ്ങനെ അവനെ വിട്ടുകൊടുക്കാൻ വയ്യായിരുന്നു. ആദ്യമായി സ്നേഹിച്ച, ശരീരം പങ്കുവച്ച പുരുഷനെ അവൾക്ക് വേണമെന്നായി. അവരുടെ ബന്ധം പിന്നെയും തുടർന്നു. ആ ബന്ധം തുടരുന്നത് സ്റ്റെഫിയും കുടുംബക്കാരും അറിഞ്ഞു. ഒരേ തെറ്റിൽ പിടിക്കപ്പെട്ട രണ്ട് വ്യക്തികളായിട്ട് പോലും ലക്ഷ്മി മാത്രം തെറ്റുകാരിയായി മാറി. അപ്പച്ചിക്കത് നാണക്കേടായി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആള് കുറച്ച് അഭിമാനിയാണ്. ആദ്യം ഭർത്താവിനാൽ, പിന്നീട് സ്വന്തം മകളാൽ ആ വീട്ടിൽ പിന്നെയും അവർ അപമാനിക്കപ്പെട്ടു. ലക്ഷ്മിക്ക് 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അലക്സ് മുഴുവൻ സമയവും സൂസൻ എന്ന സ്ത്രീയുമായി ചേർന്ന് പോകാൻ തുടങ്ങിയത്. പതിയെ മുഴുവൻ സമയവും അയാൾ അവരുടെ കൂടെയായി. കുരിശിങ്കൽക്കാരുടെ ബന്ധു കൂടിയാണ് സൂസൻ. കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാണെങ്കിലും അവർ വിധവയായ സ്ത്രീയായിരുന്നു. ഇടയ്ക്കിടെ സൂസന്റെ അവിടേക്കുള്ള വരവ്, അവർക്ക് ആ വീട്ടുകാർ നൽകുന്ന സ്വീകരണം, അതെല്ലാം സഹിച്ചു പോകാൻ അപ്പച്ചിക്ക് ബുദ്ധിമുട്ട് തോന്നി. പള്ളിയിൽ വെച്ച് സൂസനുമായുള്ള കെട്ട് നടത്തണമെന്ന് വീട്ടുകാർ പറഞ്ഞു. ഭാര്യയും 2 മക്കളും ഉണ്ടായിട്ടും സ്വന്തം മതത്തിൽ തന്നെയുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം കുടുംബക്കാർ തന്നെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് അപ്പച്ചി അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരിക്കലും ഭർത്താവിനെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി പുള്ളിക്കാരി സൂസനെ കാണാൻ പോയിട്ടില്ല. എനിക്ക് അവരോട് അങ്ങനെ ചില കാര്യങ്ങളിൽ ബഹുമാനം തോന്നിയിട്ടുണ്ട്. പണത്തിനോട് ആർത്തി കാണിക്കുന്നത് അവരുടെ അനുഭവം കൊണ്ടാണ്. അവരുടെ മക്കൾക്ക് നല്ലത് മാത്രം വരണമെന്ന സ്വാർത്ഥത കൊണ്ടാണ്. ഇവിടെ കാണിക്കുന്നത് പോലെ ഒരു അവകാശം അലക്സിന്റെ തറവാട്ടിൽ കാണിക്കാൻ അവരുടെ അഭിമാനം സമ്മതിക്കുന്നില്ല. ഇതാണെങ്കിൽ ജനിച്ചു വളർന്ന വീട്, രക്തബന്ധങ്ങൾ, ആ അവകാശവും സ്വാതന്ത്ര്യവും ഭീഷണിയും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ അറിയാവുന്നത് കൊണ്ടാണ് ഇതുവരെ അവർക്കെതിരെ ഞാനൊന്നും ചെയ്യാൻ മുതിരാത്തത്. അലക്സിന്റെ കാര്യത്തിൽ പുള്ളിക്കാരിക്ക് വലിയ നഷ്ടബോധമുള്ളതായിട്ടും തോന്നിയിട്ടില്ല. അച്ഛന്റെ സഹായത്തോടെ ഒരു വീടും ഷോപ്പുമായി കുരിശിങ്കൽക്കാരെ ആശ്രയിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷേ അലനും ലക്ഷ്മിയും അവിടേക്ക് പോകുന്നതിൽ അവർ വിലക്കിയിട്ടില്ല. സൂസനിൽ അലക്സിന് മക്കൾ ജനിക്കാത്തതിനാൽ അലനോട് അവിടെയുള്ളവർക്കും വലിയ കാര്യമാണ്. ലക്ഷ്മിയുടെ പേരും രീതികളും ഹിന്ദുക്കളുടെ ആയതിനാൽ അവർക്കൊരു അകൽച്ചയുണ്ടായിരുന്നു. അപ്പച്ചി വളർത്തി നശിപ്പിച്ചെന്നൊരു പേരുമുണ്ട്. ക്രിസ്റ്റിയുമായിട്ടുള്ള ബന്ധം കൂടിയായപ്പോൾ അതുകൂടി. അവസാനം പ്രശ്നം ഗുരുതരമായി. അപ്പച്ചി ഇടപെട്ടു. ഒടുവിൽ ക്രിസ്റ്റിയെ മറന്ന് മറ്റൊരു വിവാഹം കഴിക്കാമെന്ന് അവൾ സമ്മതിച്ചു. പാലാഴിയിലെ സ്വത്തുകൂടി മുന്നിൽ കണ്ട് അപ്പച്ചി എൻ്റെ ആലോചന മുന്നോട്ട് വെച്ചു. അപ്പോൾ ലക്ഷ്മിയും അയാളും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് സമ്മതിച്ചത്. ശക്തി അവനെ ഞെട്ടലോടെ നോക്കി. അവളുമായി സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കാനൊന്നും എനിക്കും ആഗ്രഹമുണ്ടായിരുന്നില്ല. ഞാനെന്ത് ചെയ്താലും അതിന് എൻ്റെതായ ന്യായമുണ്ടാകും. കുറച്ച് നാളുകൾ പിന്നിടുമ്പോൾ നിനക്കത് മനസ്സിലാകും. അതായത് എന്നിലേക്ക് അടുത്തതുപോലെ ഒരു പ്ലാൻ ഇവിടെയും ഉണ്ടായിരുന്നുവെന്നാണോ? അതൊന്നും ഇപ്പോൾ പറയില്ല. വീരൻ ചെറിയ കുട്ടികളെ പോലെ തല വെട്ടിച്ചു. അവന് പറയാൻ കഴിയില്ലല്ലോ ലക്ഷ്മി അവന്റെ അന്വേഷണത്തിലേക്കുള്ള താക്കോലാണെന്ന്. ശക്തി പരിഭവത്തോടെ വലത്തെ കൈമുട്ടുകൊണ്ടൊരു തട്ടു കൊടുത്തു. നിന്റെ ഉപദ്രവം കുറച്ച് കൂടുന്നുണ്ട്. നല്ലോണം വാങ്ങിക്കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത്, വീരൻ കലിപ്പോടെ പറഞ്ഞു. അവൾ അപ്പോഴാണ് വീണ്ടും അല്ലുവിന്റെ കാര്യത്തിലുള്ള സംശയത്തെക്കുറിച്ച് പറഞ്ഞത്. നമ്മൾ അറിയാത്ത ഏതെങ്കിലും വഴിയിൽ അവന് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലോ? സാധ്യതയില്ല. ഈ മുറിയിൽ വെച്ചല്ലാതെ നമ്മൾ മറ്റെവിടെയും വെച്ചൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ടായിട്ടും നീ സമ്മതിച്ചിട്ടില്ലല്ലോ. ബാൽക്കണിയിലേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് വീരൻ പറയുമ്പോൾ ശക്തി അവനെ പുച്ഛിച്ചു വിട്ടു. എന്താടി ഒരു പുച്ഛം? ഇതിനേക്കാൾ സേഫായ ഒരു ബാൽക്കണി നമ്മുടെ ഫ്ലാറ്റിനുണ്ടായിരുന്നു. അന്നെനിക്ക് വെറൈറ്റികളിൽ താല്പര്യമില്ലായിരുന്നല്ലോ. വീരൻ കണ്ണിറുക്കി. ശരിയാണ്, ആ നിങ്ങളും ഈ നിങ്ങളും തമ്മിൽ ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഹാളിൽ എപ്പോഴാണ് ക്യാമറ വെച്ചത്? വിവാഹത്തിനായി ഞാൻ ഇവിടേക്ക് വന്ന രാത്രിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ജിനുവിനെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് വെച്ചത്. മാത്രവുമല്ല റെക്കോർഡാകുന്ന വിഷ്വൽസ് എല്ലാ രാത്രിയും ചെക്ക് ചെയ്യാറുണ്ട്. അന്ന് ഈ മുറിയിൽ എന്നെ എത്തിച്ച ശേഷം ജിനു ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിലാണോ ഉള്ളത്? ഇല്ല, ആ ഫോണിൽ വീഡിയോയൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷേ അതിലേക്ക് വന്ന കോൾ ഡ്യൂറേഷൻ സംശയം ജനിപ്പിച്ചിരുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് പരിശോധിച്ച് ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഫോണിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. അതെന്തിനാ വെറുതെ ഒരു ഫോൺ ഇവിടെ കൊണ്ടുവച്ചത്? വെറുതെയല്ല, നിന്നെ ഈ മുറിയിൽ കണ്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് അറിയാൻ ഒരു മുൻകരുതൽ പോലെ കൊണ്ടുവച്ചതാണ്. അവരെന്താണ് കേട്ടിട്ടുണ്ടാവുകയെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയുന്നില്ലേ? അവളുടെ മുഖത്ത് ചളിപ്പ് പ്രകടമായി. എന്തായിരുന്നു അതെന്ന് നിനക്കറിയണോ? ഞാൻ പറഞ്ഞു തരട്ടെ. വീരൻ മീശത്തുമ്പ് കടിച്ചുകൊണ്ട് അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു.
പെണ്ണിന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന് കണ്ണു നിറഞ്ഞു. വീരന്റെ മാറിൽ ശക്തിയുടെ പല്ലുകൾ പതിഞ്ഞു. ഞാനും തരട്ടെ, ഇതിനേക്കാൾ മാംസളമായ ഭാഗത്ത്. ഛേ, ഭദ്രേട്ടനെല്ലാം തമാശയാണ്. ഇതിലെന്ത് തമാശ? നമ്മൾ ഓപ്പൺ ഏരിയയിലായിരുന്നില്ല. പിന്നെ ഒരാണും പെണ്ണും ഇതൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദമേ ഇവിടെയും വന്നിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യത്തിന് കണ്ണു നിറച്ചാലുണ്ടല്ലോ. വീരൻ കലിപ്പിലായി. ആവശ്യമില്ലാത്തതോ? എൻ്റെ പൊന്നെ, ഒന്ന് അടങ്ങ്. നമ്മുടെ സ്വകാര്യതകളെ സംബന്ധിക്കുന്ന മറ്റൊരു തെളിവും അവരുടെ കയ്യിലില്ല ശക്തി. നിനക്കെന്നെ അത്ര പോലും വിശ്വാസമില്ലേ? അതല്ല, അവൻ അങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ വരുമോ? നിലവിൽ തെളിവായിട്ടൊന്നുമില്ല. ഉണ്ടെന്ന് തോന്നിയത് അവൻ പോലും അറിയാതെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അഥവാ ഉണ്ടെങ്കിൽ എന്താ? അവൻ നിനക്കെതിരെ ചെയ്യുന്നത് അവന്റെ അമ്മയും പെങ്ങളെയും വെച്ച് നീയും ചെയ്തോ? അവന് അവന്റെ പെങ്ങളെ ജീവനാണ്. വീരൻ കണ്ണിറുക്കി. അടിപൊളി, നിങ്ങൾ എന്നെ ഒരു കുറ്റവാളിയാക്കുന്ന ലക്ഷണമുണ്ടല്ലോ. അതൊക്കെ പരിഗണിക്കാം, സമയം കിടക്കുമല്ലേ. നമുക്ക് മണിയാലത്തേക്ക് വിരുന്നിന് പോയാലോ? ശക്തി അവനെ തുറിച്ചു നോക്കി. ദേഷ്യം തോന്നുന്നുണ്ടോ നിനക്ക്? നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലില്ല. ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലേ? പറയണ്ട, ഞാനൊരു ഡോക്ടറാണെന്ന് ഓർമ്മിച്ചാൽ മതി. നിന്റെ ബാഗിലെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഞാൻ കണ്ടിരുന്നു. എപ്പോൾ? നീ ഫ്ലാറ്റിലേക്ക് വന്ന ആദ്യ നാളിൽ തന്നെ. അന്നത് നിന്റെ സ്വകാര്യതയായതിനാൽ കൈകടത്തിയിരുന്നില്ല. പക്ഷേ നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചപ്പോൾ എടുത്തു നോക്കിയിരുന്നു. എന്നിട്ടും ഞാൻ ഈ നാട്ടുകാരിയാണെന്ന് മനസ്സിലായില്ലേ? ഈ നാടിന്റെ കിഴക്കേ കോണിലല്ലേ, അതും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പ്രദേശം. അഞ്ചാനി എന്ന പേര് ഞാൻ കേട്ടിട്ട് പോലുമില്ല. പിന്നെങ്ങനെ ഓർക്കും? അത് മണിയാലത്തുകാരുടെ വീടിരിക്കുന്ന ഭാഗമാണ്. ശരിക്കും ആ പ്രദേശം ഒന്നാകെ ചിറപ്പുറം എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും എന്നെയും അറിയില്ല, എൻ്റെ പ്രണയത്തിന്റെ ആഴവും അറിയില്ല. അവൾ പരിഭവത്തിൽ തന്നെ തുടർന്നു. അറിയില്ലെന്നല്ല, അറിയില്ലായിരുന്നു. നിനക്കിപ്പോൾ പിണക്കവും കൊഞ്ചലും കൂടിയിട്ടുണ്ട്. ഭദ്രേട്ടന്റെ അടുത്തല്ലേ, അതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. എന്തായിരുന്നു അല്ലുവിന്റെ യഥാർത്ഥ പ്ലാനെന്ന് നിനക്കറിയുമോ? ഒരു വലിയ രഹസ്യം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൻ നിന്നോട് ഇടപെട്ടതിന് പിന്നിൽ ഈ വീട്ടിൽ വെച്ച് നിന്റെ സമ്മതത്തോടെ ഒരു ബന്ധം തുടരാനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ശക്തി? രഹസ്യമെന്ന് പറയുന്നത് അന്നത്തെ റെയ്ഡിന്റെ കാര്യമാണോ? അത് മണികാലത്തു നിന്നും കിട്ടിയതല്ലേ. അതെന്തോ ആവട്ടെ, നീ നിന്റെ അഭിപ്രായം പറ. അല്ലുവിന് എങ്ങനെ അക്കാര്യം അറിയാമെന്ന് വീരൻ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. എന്നാൽ അതേ കാര്യത്തിന്റെ വേരുന്നാരും അവൾ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. മണ്ഡപത്തിൽ വിവാഹവേഷത്തിൽ നിന്നപ്പോൾ പോലും അവളുടെ ശ്രദ്ധ പോയത് അവരിലേക്കായിരുന്നല്ലോ. പക്ഷേ അവൾ പ്രതീക്ഷിച്ച വ്യക്തികൾ വന്നിരുന്നില്ല. ഭദ്രേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നും അറിയാത്തതുപോലെ ശക്തി ചോദിച്ചു. പാലാഴിയിൽ നിന്ന് പടിയിറങ്ങുന്ന ശക്തിയെയാണോ അവൻ ആഗ്രഹിച്ചത്? അതോ മറ്റാരുടെയെങ്കിലും നിർദ്ദേശം അനുസരിച്ചതാണോ? ഇക്കാര്യത്തിൽ മറ്റാരാണുള്ളത്? മണിയാലത്തുകാരുടെ കാര്യമാണോ? അതോ? ശക്തി സംശയത്തോടെ അവനെ നോക്കി. തുടരും.